ഹിന്ദു പുരാണങ്ങളിൽ തുല്യശക്തികളായ നിരവധി യോദ്ധാക്കൾ ഏറ്റുമുട്ടിയ ഏറ്റവും വലിയ യുദ്ധമായിരുന്നു കുരുക്ഷേത്രം. ഈ യുദ്ധത്തിൽ ആദ്യം പരാമർശിക്കുന്ന പേരാണ് ഗാണ്ഡീവധാരിയായ അർജുനന്റേത്. മഹാഭാരതത്തിലെ ഏറ്റവും കരുത്തനായ യോദ്ധാവ്, വില്ലാളി വീരൻ, മഹാരഥി തുടങ്ങിയ അർജുനന്റെ വിശേഷണങ്ങൾ നിരവധി. എന്നാൽ ആ പോരാട്ടത്തിൽ അർജുനനോളം തന്നെ കരുത്തരായ നിരവധി യോദ്ധാക്കൾ പങ്കെടുത്തിരുന്നു. പിതാമഹൻ ഭീഷ്മർ, ഗുരു ദ്രോണർ, സൂര്യപുത്രൻ കർണൻ, ദ്രോണപുത്രൻ അശ്വത്ഥാമാവ് തുടങ്ങിയവർ. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവ പക്ഷത്തായതിനാൽ ഈ യോദ്ധാക്കൾക്കൊന്നും അന്തിമ വിജയം നേടാനായില്ല. മഹാഭാരതത്തിൽ അതിശക്തനായിരുന്നിട്ടും അർഹിച്ച സ്ഥാനം ലഭിക്കാതെ പോയ യോദ്ധാവായിരുന്നു അശ്വത്ഥാമാവ്. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട ആയുധം നൽകിയ മഹാഭാരതത്തിലെ രണ്ട് യോദ്ധാക്കൾ അർജുനനും അശ്വത്ഥാമാവും. മഹാദേവൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദൃശ്യനായി പാണ്ഡവ പക്ഷത്ത് പോരാടിയിരുന്നോ? മഹാദേവന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടതിനാലാണോ 18-ാം നാൾ അർദ്ധരാത്രി പാണ്ഡവ പക്ഷത്തുള്ള സകലരും വധിക്കപ്പെട്ടത്? നമുക്ക് പരിശോധിക്കാം. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദ്രോണരുടെയും കൃപിയുടെയും പുത്രനായി പിറന്ന അശ്വത്ഥാമാവ് പിതാവിൽ നിന്ന് ആയുധവിദ്യ അഭ്യസിച്ചത്. നിരവധി ദിവ്യാസ്ത്രങ്ങൾ കൈവശമുണ്ടായിരുന്ന യോദ്ധാവായിരുന്നു അശ്വത്ഥാമാവ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥാമാവ് വധിച്ച യോദ്ധാക്കളായിരുന്നു നീലൻ, സുരഥൻ, ശത്രുഞ്ജയൻ, ബാലാനികൻ, ജയാനികൻ, ജയാശ്വൻ, ചന്ദ്രസേനൻ, കുന്തിഭോജന്റെ 10 പുത്രന്മാർ, വൃദ്ധക്ഷത്രൻ, ചേതി രാജാവ്, സുരഥൻ, ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ, ഘടോൽക്കജപുത്രൻ, അഞ്ജനപർവാവ് തുടങ്ങിയവർ. യുദ്ധത്തിന്റെ 15-ാം ദിവസം ദ്രോണവധത്തിന് ശേഷം നടന്ന പോരാട്ടത്തിൽ നിന്ന് അശ്വത്ഥാമാവ് എത്രത്തോളം കരുത്തനായിരുന്നു എന്ന് മനസ്സിലാക്കാം. പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ അശ്വത്ഥാമാവ് സംഹാര രുദ്രനായി മാറി. ക്രോധാവേശത്താൽ അവന്റെ മുഖം ഭീഭത്സമായി. പാണ്ഡവ പാഞ്ചാല സൈന്യങ്ങളെയും യുധിഷ്ഠിരനെയും ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ യോദ്ധാക്കളെയും ഉന്മൂലനാശം വരുത്തുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടെയാണ് അവൻ പോരിനിറങ്ങിയത്. പ്രത്യാസ്ത്രങ്ങൾ ഒന്നുമില്ലാത്ത നാരായണാസ്ത്രമാണ് അശ്വത്ഥാമാവ് പാണ്ഡവ സൈന്യത്തിന് നേർക്ക് പ്രയോഗിച്ചത്. ഭഗവാൻ നാരായണൻ ദ്രോണർക്ക് നൽകിയതായിരുന്നു നാരായണാസ്ത്രം. അത് നൽകുമ്പോൾ ഭഗവാൻ ദ്രോണരോട് ഇപ്രകാരം പറഞ്ഞു: ശത്രുവിനെ ധ്വംസിക്കാതെ ഈ അസ്ത്രം ഒരിക്കലും പിന്തിരിയുകയില്ല. ഇത് ആരെയൊക്കെ കൊല്ലുകയില്ലെന്നുള്ളത് അറിയുവാൻ വിഷമമാണ്. അവധ്യന്മാരെയും ഈ അസ്ത്രം വധിക്കും. എന്നാൽ ഈ അസ്ത്രത്തിന് കീഴടങ്ങി സകല ആയുധങ്ങളും ഉപേക്ഷിച്ച് അസ്ത്രത്തിന് മുൻപിൽ ജീവനായി യാചിക്കുന്നവരെ ഈ അസ്ത്രം ദ്രോഹിക്കുകയില്ല. അശ്വത്ഥാമാവ് ദിവ്യമായ നാരായണാസ്ത്രത്തെ പാണ്ഡവർക്ക് നേർ തൊടുത്തുവിട്ടപ്പോൾ സാക്ഷാൽ അർജുനന്റെ പക്കൽ പോലും ഈ അസ്ത്രത്തിനുള്ള പ്രത്യാസ്ത്രം ഉണ്ടായിരുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം പാണ്ഡവർ അസ്ത്രത്തിന് മുൻപിൽ കീഴടങ്ങി സ്വന്തം ജീവൻ രക്ഷിച്ചു. നാരായണാസ്ത്രം ഫലിച്ചില്ലെങ്കിലും അശ്വത്ഥാമാവ് തന്റെ പോരാട്ടം തുടർന്നു. തന്നോട് ഏറ്റുമുട്ടുവാനായി വന്ന ദൃഷ്ടദ്യുമ്നന്റെ വില്ലു മുറിച്ചു. കുതിരയെയും സൂതനെയും വധിച്ചു. തേര് നശിപ്പിച്ചു. സാത്വികി സഹായത്തിനെത്തിയില്ലായിരുന്നു എങ്കിൽ അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നനെ വധിച്ചേനെ. തുടർന്ന് സാത്വികയുമായി ഏറ്റുമുട്ടിയ അശ്വത്ഥാമാവ് ഒടുവിൽ സാത്വികിയെയും പരാജയപ്പെടുത്തി. അശ്വത്ഥാമാവിന്റെ അസ്ത്രം നെഞ്ചിൽ തറച്ച സാത്വികി ബോധമറ്റ് തേരിൽ വീണു. ഉടൻ തന്നെ സൂതൻ തേര് പിന്നോട്ട് പായിച്ച് സാത്വികിയുടെ ജീവൻ രക്ഷിച്ചു. ഇത് കണ്ടു നിന്ന പാണ്ഡവർ അസഹ്യമായ അമർഷത്തോടെ ദ്രൗണിയോട് ഏറ്റുമുട്ടി. ഭീമൻ, അർജുനൻ, ബൃഹക്ഷത്രൻ എന്ന പൗരവ രാജാവ്, ചേതി രാജകുമാരൻ, സുദർശനൻ എന്നീ മഹാരഥന്മാർ ഒന്നിച്ചു ചേർന്ന് അശ്വത്ഥാമാവിനെ ആക്രമിച്ചു. എന്നാൽ അശ്വത്ഥാമാവിന്റെ അസ്ത്രപാടവത്തിനു മുൻപിൽ അതൊന്നും വിലപ്പോയില്ല. ബൃഹക്ഷത്രനും ചേതി രാജകുമാരനും സുദർശനനും അശ്വത്ഥാമാവിന്റെ അസ്ത്രമേറ്റ് വധിക്കപ്പെട്ടു. ഇത് കണ്ട ഭീമൻ വർദ്ധിച്ച രോഷത്തോടെ ദ്രൗണിയോട് ഏറ്റുമുട്ടി. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഭീമന്റെ സൂതൻ വധിക്കപ്പെട്ടു. നിയന്ത്രണം നഷ്ടപ്പെട്ട കുതിരകൾ ഭീമന്റെ തേരും വലിച്ചുകൊണ്ട് അടർക്കളത്തിന്റെ പുറത്തേക്ക് പാഞ്ഞു. തുടർന്ന് അർജുനനും അശ്വത്ഥാമാവും ഏറ്റുമുട്ടി.
ഇരുവരും നിരവധി ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ഒടുവിൽ അശ്വത്ഥാമാവ് കഠിനമായ ആഗ്നേയാസ്ത്രത്തെ ആവാഹിച്ചു. തുടർന്ന് അസ്ത്രത്തെ പാണ്ഡവർക്ക് നേരെ പ്രയോഗിച്ചു. അസ്ത്രത്തിൽ നിന്ന് അഗ്നിജ്വാല താണിറങ്ങി വന്ന് പോർക്കളത്തെ മൂടി ചുട്ടരിക്കുവാൻ തുടങ്ങി. അഗ്നിസ്ഫുലിംഗങ്ങൾ കൃഷ്ണാർജുനന്മാരുടെ തേരിനെയും മൂടി. അവർ ദഹിച്ചു പോയെന്ന് കണ്ടു നിന്നവരൊക്കെ കരുതി. എന്നാൽ അഗ്നി ശമിച്ച് അഗ്നിജ്യോതിസ് അന്തർദാനം ചെയ്തു കഴിഞ്ഞപ്പോൾ കൃഷ്ണാർജുനന്മാർക്ക് യാതൊരു ആപത്തും സംഭവിക്കാതെ സുരക്ഷിതരായി തേലിരിക്കുന്നതാണ് എല്ലാവരും കണ്ടത്. ഈ ഒറ്റ ദിവസത്തെ പോരാട്ടം വ്യാസമഹർഷി വർണ്ണിച്ചിരിക്കുന്നതിൽ നിന്നും അശ്വത്ഥാമാവ് എത്രമാത്രം കരുത്തുറ്റ യോദ്ധാവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തുടർന്ന് അന്ന് രാത്രി വ്യാസമഹർഷിയും അർജുനനും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൽ നിന്നും കൗരവപക്ഷത്തുള്ള യോദ്ധാക്കൾ എത്രമാത്രം കരുത്തുള്ളവരായിരുന്നാലും അവർ പരാജയപ്പെടുവാനുള്ള കാരണം വ്യാസമഹർഷി അർജുനനോട് പറയുന്നത് ഇപ്രകാരം: വ്യാസമഹർഷി പാണ്ഡവ ശിബിരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അവർ യഥാവിധി പൂജിച്ച് സ്വീകരിച്ചു. അതിനുശേഷം അർജുനൻ മഹർഷിയോട് ചോദിച്ചു: ഭവാനെ, ഘോരമായ യുദ്ധം നടക്കുമ്പോൾ ഞാൻ ശരങ്ങളെയ്ത് ശത്രുക്കളെ വധിക്കുന്ന സമയത്ത് അഗ്നിപ്രഭനായ ഒരു പുരുഷൻ എൻ്റെ മുൻപേ പോകുന്നതായി കാണാം. ജ്വലിക്കുന്ന ശൂലവുമേന്തി അവൻ ഏത് ദിക്കിലേക്ക് പോകുന്നുവോ ആ ദിക്കിലെ എൻ്റെ ശത്രുക്കൾ നശിക്കുന്നതായി ഞാൻ കാണുന്നു. അവൻ്റെ പാദങ്ങൾ നിലത്ത് തൊടുന്നില്ല. അവൻ്റെ കൈവശമുള്ള ശൂലത്തിൽ നിന്നും അനേകായിരം ശൂലങ്ങൾ പുറപ്പെടുന്നു. മഹാമുനെ, അവൻ വധിച്ച ശത്രുക്കളെ ഞാൻ വധിച്ചതായി ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. അവൻ ഭഞ്ചിച്ച പടയെ പിന്നാലെ പോയി ഞാൻ എയ്ത് വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രഭു, ഈ ഉത്തമനായ പുരുഷൻ ആരാണ്? ഭവാൻ പറഞ്ഞാലും ഞാൻ കണ്ട തേജസ്സുള്ള ആ ശൂലപാണി ആരാണ്? മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അർജുന, നീ ഭാഗ്യവാൻ തന്നെ. പ്രജാപതികളിൽ പ്രഥമനും തേജസ്സുകൾക്ക് അതീശനും സർവലോകേശ ദേവനുമായ ശങ്കരനെയാണ് നീ ദർശിച്ചത്. ഇഷ്ടവരം ഭക്തർക്ക് നൽകുന്ന വിശ്വമൂർത്തിയാണ് നീ ദർശിച്ചത്. മഹാദേവനായ മഹേശ്വരൻ, ആ ശിവൻ നിന്റെ കൺമുൻപിൽ വന്ന് നിൽക്കുന്നു. ഹേ കൗന്ദയ, നീ അവനെ നിത്യവും നമസ്കരിക്കുക. നിന്റെ മുൻപിൽ കണ്ടവനായ ദേവൻ പിനാകധാരിയായ പരമേശ്വരനാണ്. നീ പോയി പൊരുതുക, നിനക്കൊരിക്കലും തോൽവി പറ്റുകയില്ല. പോരെങ്കിൽ നിന്റെ സാരഥിയായി രക്ഷ ചെയ്തുകൊണ്ട് സാക്ഷാൽ നാരായണനുമുണ്ടല്ലോ. ദ്രോണപർവത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യാസമഹർഷിയുടെ ഈ വാക്കുകളിലൂടെ കൗരവർ പോരാടിയത് സാക്ഷാൽ മഹാദേവനോടും നാരായണനോടുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ തന്നെ അവർ എത്ര കരുത്തരായിരുന്നാലും അവർക്ക് വിജയം നേടുവാൻ സാധിക്കുമായിരുന്നില്ല. കൂടാതെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 18-ാം നാൾ അർദ്ധരാത്രി സംഹാര രുദ്രനായി മാറിയ അശ്വത്ഥാമാവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു: എന്നെ ആരാധിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ. അവനേക്കാൾ ഇഷ്ടനായി മറ്റൊരാളും എനിക്കില്ല. അവനെ പ്രീതിപ്പെടുത്തുവാനായി ഞാൻ പാഞ്ചാലരെ ഇതുവരെ കാത്തു, പല മായകളും സൃഷ്ടിച്ചു. ഇനി അവർക്ക് ജീവിതമില്ല, അത് അവസാനിച്ചു. ഇനി നിന്റെ ആഗ്രഹം നിറവേറട്ടെ. തുടർന്ന് മഹാദേവൻ അതിതീക്ഷ്ണമായ ഒരു വാൾ അശ്വത്ഥാമാവിന് സമ്മാനിച്ചു. അതുപയോഗിച്ച് അശ്വത്ഥാമാവ് പാണ്ഡവ ശിബിരത്തിലുള്ള സകലരെയും വധിച്ചു. തന്റെ പിതാവിന്റെ ഘാതകനും പാണ്ഡവരുടെ സൈന്യാധിപനുമായ ദൃഷ്ടദ്യുമ്നൻ, ഭീഷ്മവധത്തിന് കാരണക്കാരനായ ശിഖണ്ഡി, പാണ്ഡവരുടെ സകല പുത്രന്മാരുമടക്കം പാണ്ഡവ പക്ഷത്തുള്ള സകലരെയും വധിച്ചു. ഇതിൽ നിന്നും പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധ വിജയം നേടിയത് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും.